പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാം ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു തീർത്ഥയാത്രയാണ്, പരിശുദ്ധ അമ്മയുമൊത്തുള്ള തീർത്ഥയാത്ര. ഈ യാത്രയിൽ അമ്മയുടെ ജീവിതത്തെപ്പറ്റി തന്നെ നാം പഠിക്കുന്നു, അമ്മയുടെ കാൽപ്പാടുകളെ നാം പിന്തുടരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയായിരുന്നു. കാരണം മേരിയാണ് യേശുവിനെ അനുഗമിച്ച, ഏറ്റവും പൂർണ്ണമായി അനുഗമിച്ച ആദ്യത്തെ ശിഷ്യ. അപ്പോൾ തിരുസഭ തന്നെ നമുക്ക് മാതൃകയായി നൽകുന്നത് മാതാവിൻ്റെ ജീവിതമാണ്. ഈ ജീവിതത്തെ എപ്രകാരം നാം പഠിക്കണം, പഠിച്ചെങ്കിൽ മാത്രമേ അനുകരിക്കുവാനും സാധിക്കുകയുള്ളൂ. നാം മനസ്സിലാക്കി, പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു വിശ്വാസത്തിൻ്റെ ജീവിതമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു സമർപ്പണത്തിൻ്റെ ജീവിതമായിരുന്നു. തൻ്റെ തിരുക്കുമാരൻ കാലുവരിയിൽ തൻ്റെ ബലി പൂർത്തിയാക്കിയപ്പോൾ അമ്മയുടെ ബലിയും അവിടെ പൂർത്തിയാകുകയായിരുന്നു. ഇന്നും ആ കാലുവരിയിൽ വെച്ച് കിട്ടിയ ദൗത്യം അമ്മ തുടരുന്നു. ഒന്നാമതായി തൻ്റെ ജീവിത മാതൃക നമുക്കൊക്കെ നൽകിക്കൊണ്ട്. ഇന്ന് പ്രത്യേകമായി നാം ചിന്തിക്കുന്ന ഇതാണ്, പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. നമുക്കറിയാം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതൊരു പ്രാർത്ഥനയുടെ ജീവിതമെന്നാണ്. കാരണം എന്താണ്? എന്ത് നമ്മൾ വിശ്വസിക്കുന്നുവോ അത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അത് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനാ ജീവിതം നമ്മൾ കണ്ടുപഠിക്കുന്നത് യേശുവിൽ നിന്നാണ്. യേശു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. തനിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നാം കണ്ടുമുട്ടുന്നു. മലമുകളിൽ പോയി ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്ന യേശു, ശിഷ്യരുമൊത്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന യേശു, ഗത്സമനിൽ വേദനയിൽ വിയർപ്പ് തുള്ളികൾ രക്തങ്ങളായി മാറുമ്പോഴും പിതാവിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിന് എവിടുന്ന് ഈ പ്രാർത്ഥന രൂപി കിട്ടി? തീർച്ചയായിട്ടും യേശു ദൈവപുത്രനാണ്. പക്ഷേ ആ യേശുവിനെ തന്നെ പ്രാർത്ഥനയിലേക്ക് നയിച്ചത് നമുക്ക് വിശ്വസിക്കാം പരിശുദ്ധ അമ്മയും മാർ യോസേപ്പ് പിതാവുമാണ്. കാരണം ദൈവം ഇവരെ രണ്ടുപേരെയുമാണ് ദൈവപുത്രനെ വളർത്തുവാൻ പരമേൽപ്പിച്ചത്. അപ്പോൾ ആ ശിശുവിന് ജന്മം നൽകി വളർത്തി അന്നത്തെ ആചാരമനുസരിച്ച് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് യേശുവിനെ തീർച്ചയായിട്ടും കടത്തിവിട്ടത് പരിശുദ്ധ കന്യാമറിയവും മാർ യോസേപ്പ് പിതാവുമായിരുന്നു. യേശു അവരുടെ ജീവിതത്തിലൂടെയാകാം ചെറുപ്പകാലത്ത് ഈ പ്രാർത്ഥന എന്തെന്ന് മനസ്സിലാക്കുന്നതും കടന്നു വരുന്നതും. പിന്നീട് തൻ്റെ ജീവിതകാലത്ത് യേശു ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായി തീർന്നു. പിതാവുമായി ഐക്യത്തിൽ യേശു ജീവിച്ചു. ആ പിതാവുമായി ഐക്യത്തിൽ ജീവിച്ചത് വഴിയാണ് പിതാവിൻ്റെ ഹിതം യേശുവിന് മനസ്സിലായതും ആ ഹിതമനുസരിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതും. ഇന്ന് പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മ നമ്മൾക്ക് എങ്ങനെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതവും അതേത് ജീവിതസ്ഥിതിയാണെങ്കിലും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരിക്കണം. എല്ലാവർക്കും എല്ലാ സമയവും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെന്നിരിക്കാം, എങ്കിലും നമ്മുടെ ജീവിതം പ്രാർത്ഥനയുടെ ഒരു തുടർച്ചയായിരിക്കണം. അത് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കാണുന്ന ഇതാണ്, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അമ്മയുടെ പ്രാർത്ഥന അനുഭവം ഒരു രക്ഷാ അനുഭവമായിരുന്നു. ഈ രക്ഷാ അനുഭവത്തിൽ നിന്നാണ് അമ്മയുടെ പ്രാർത്ഥന ആദ്യമായി നാം കണ്ടെത്തുന്നത്. ആ ഭാഗം നമുക്ക് വായിക്കാം. അതായത് പരിശുദ്ധ അമ്മ ആ സ്തോത്രഗീതം ആലപിക്കുന്നില്ലേ? ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ്. മനുഷ്യഹൃദയത്തെ അന്നും ഇന്നും പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മേരിക്ക് വരുന്നത്
തനിക്ക് രക്ഷിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ നിന്നാണ്. ആ പ്രാർത്ഥന ഭാഗം ഒന്ന് എടുത്ത് വായിക്കാമോ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധമ്മ നോക്കുക, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, രക്ഷ അനുഭവം. പരിശുദ്ധ മറിയമാണ് ആദ്യമായി യേശു കൊണ്ടുവന്ന രക്ഷാനുഭവത്തിലേക്ക് കടന്ന വ്യക്തി. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു, ദൈവം പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയെ രക്ഷിച്ചു. അമലോത്ഭവിയായി ജന്മം നൽകി. ആ രക്ഷാനുഭവത്തിലേക്ക് അമ്മ കടന്നപ്പോൾ അമ്മയുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ ആഹ്ലാദിക്കുകയാണ്. എൻ്റെ ചിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്തെന്നാൽ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി മേരി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മേരിയുടെ പ്രാർത്ഥന ഒരു രക്ഷാനുഭവത്തിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മൾക്കിതൊരു വലിയ മാതൃകയാണ്. നാമും രക്ഷിക്കപ്പെട്ടവരാണ്. കാരണം കുഞ്ഞിലെ തന്നെ നമ്മെ ദൈവപുത്രരാക്കി തീർത്തു. നമ്മുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ അവർ നമുക്ക് മാമോദീസ നൽകി. ആ മാമോദീസയിലൂടെ നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടു, തിരുസഭയുടെ മക്കളായി തീർന്നു. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് കിട്ടി. ഈ അവകാശം നാം രക്ഷിക്കപ്പെട്ടവർ കൊണ്ടാണ്. ഈ രക്ഷാനുഭവത്തിലേക്ക് നമ്മളും കടന്നു ചെല്ലണം. ഓരോ ദിവസവും പ്രാർത്ഥനയിലൂടെ, ഓരോ ദിവസവും നാമും ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കണം. എന്നെ രക്ഷിച്ച എൻ്റെ ദൈവമേ, എൻ്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു, ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു. ഇതൊരു രക്ഷാനുഭവത്തിൻ്റെ പ്രാർത്ഥന. ഇത് ഓരോ ക്രൈസ്തവരും തങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കേണ്ട ഒന്നാണ്. ആ മാതൃകയാണ് മേരി നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമതായി, മേരിയുടെ പ്രാർത്ഥനയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ അമ്മയെപ്പറ്റി വളരെ ചുരുക്കം പേജുകളെ സുവിശേഷത്തിൽ കാണുന്നുള്ളൂ. പക്ഷേ അതിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ വളരെ സമഗ്രമായി കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം കാണുന്നത് അതൊരു ധ്യാനാത്മക പ്രാർത്ഥനയായിരുന്നു. ധ്യാനാത്മകം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. മേരി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് ധ്യാനാത്മകതയുടെ ഏറ്റവും വലിയ അടയാളം. കാരണം ദൈവിക രഹസ്യങ്ങളാണ് മേരിക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്കറിയാമല്ലോ. മാലാഖ സന്ദേശം കൊടുക്കുന്നു, ദൈവപുത്രനാണെന്ന് സന്ദേശം കൊടുക്കുന്നു, അവൻ രാജാതിരാജനാണെന്ന് പറയുന്നു. പക്ഷേ പിറക്കുവാൻ ഇടമില്ലാത്ത അവസരം, ബെത്ലഹേമിലെ പാവപ്പെട്ട പുൽക്കൂടിൻ്റെ അവസ്ഥ. എങ്കിലും മേരി ഇതിനപ്പുറം വിശ്വാസത്തിൽ ഇതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ ധ്യാനാത്മകമായി തൻ്റെ ഹൃദയത്തിലെ ഈ രഹസ്യങ്ങളെല്ലാം ഒതുക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധ്യാനാത്മകമായിരുന്നു മേരിയുടെ പ്രാർത്ഥന. തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മേരിയുടെ ആ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് അതിനെ വളർത്തിയെടുക്കാൻ മേരി ഓരോ ദിവസവും പരിശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിലും മേരി ഇതൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിനും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് നമ്മൾ നീങ്ങണം. ഇതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും.
നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ പലതും നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വിജയത്തിൻ്റെ വരാം, പരാജയത്തിൻ്റെ വരാം, വേദനയുടെ, ദുഃഖത്തിൻ്റെ, രോഗത്തിൻ്റെ. ചിലപ്പോൾ ചില സംഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എവിടെ ദൈവമെന്ന് ചോദിക്കുന്ന പലരും നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തെ തന്നെ മറക്കുവാനും ദൈവമില്ല എന്ന് വിശ്വസിക്കാനും ചിലപ്പോൾ ചിലർ സന്നദ്ധരായേക്കാം. ഇതുപോലെയുള്ള അവസരം മേരിയുടെ ജീവിതത്തിലുമുണ്ടായിരുന്നു. അപ്പോൾ മേരി ദൈവിക പദ്ധതിയെ സ്വന്തം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് പ്രാർത്ഥനയുടെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കുക. പ്രാർത്ഥന എന്നതുകൊണ്ട് നമ്മൾ വാ കൊണ്ട് ഉരുവിടുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ ദൈവവുമായി എത്രമാത്രം ബന്ധപ്പെടുത്തുന്നുവോ അതാണ് പ്രാർത്ഥന. ഹൃദയത്തിൽ മേരി സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവിക രഹസ്യങ്ങളെ, ദൈവിക വചനങ്ങളെ, ദൈവിക ചിന്തകളെ തൻ്റെ ജീവിതത്തിൽ മേരി സ്വീകരിച്ചു. ഇത് പ്രാർത്ഥനയുടെ ഏറ്റവും ഉദാത്തമായ ആ ഒരു മാതൃകയാണ്. ഈ മാതൃകയിലേക്കാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളെ നയിക്കുന്നത്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുക. എല്ലാം നന്മയ്ക്കായി വരും, ഭവിക്കും എന്നുള്ള ആ ചിന്തയിൽ നാം നമ്മുടെ ജീവിതം നയിച്ചാൽ അത് നമുക്ക് വലിയ ശക്തിയും വലിയ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകും. മേരി അതിന് മാതൃകയാണ്. മൂന്നാമതായി മേരിയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കാണുന്ന ഇതാണ്, മേരിയുടെ പ്രാർത്ഥന എളിമയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. മേരിയുടെ പ്രാർത്ഥനയിൽ എളിമ പൂർണ്ണമായി നിറഞ്ഞു നിന്നിരുന്നു. എവിടെയാണ് നാം ഇത് കണ്ടുമുട്ടുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 48-ാം വാക്യം ഒന്നെടുത്ത് വായിക്കാമോ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. മേരിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കി താഴ്മയോടുകൂടി തൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുകയാണ്. അതൊരു പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗമാണ്. നാം ആരായിരിക്കുന്നു അത് നാം മനസ്സിലാക്കുക. ആ സ്വയ അവബോധത്തിൽ വേണം ദൈവവുമായി നാം ബന്ധപ്പെടുവാൻ. അപ്പോൾ മേരി തന്നെ കണ്ടത് ദൈവത്തിൻ്റെ ദാസിയായി. അതുകൊണ്ടാണ് പറയുന്നത്, തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അത് നമ്മൾ അനുഭവത്തിലൂടെ കണ്ടുവരികയുമാണ്. അന്ന് ദാസിയായി ദൈവത്തിൻ്റെ ആ വചനം കേട്ട് സ്വീകരിച്ച് അനുസരിച്ച് ജീവിതം സമർപ്പിച്ച മേരിയെ കഴിഞ്ഞ തലമുറയും ഇന്നത്തെ തലമുറയും വിളിച്ചു മേരി ഭാഗ്യവതി എന്ന്. ഇന്ന് വിളിക്കുവാൻ നാം ആണ് ഭാഗ്യമുള്ളവർ. നാളത്തെ തലമുറ നമുക്കറിയാം, അവരും വിളിക്കും മേരി ഭാഗ്യവതി. ഇതിനെല്ലാം കാരണം പരിശുദ്ധ അമ്മയുടെ എളിയ മനസ്ഥിതിയായിരുന്നു. എളിയ മനസ്ഥിതിയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ എളിയ മനസ്ഥിതിയും പ്രാർത്ഥനയും നമുക്ക് എന്നും മാതൃകയാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 9 വാക്യത്തിൽ ഒരു ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. അവൻ ന്യായീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അവൻ്റെ ഭവനത്തിലേക്ക് പോയി എന്നാണ് സുവിശേഷകൻ നമുക്ക് സാക്ഷ്യം നൽകുന്നത്. ഇതുപോലെ നാം എളിമയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുകയുള്ളൂ. ഈ ഒരു മനസ്ഥിതിയാണ്. ഒരുപക്ഷെ നമ്മളിൽ പലരും വളരെയധികം പ്രാർത്ഥനകൾ ചെല്ലുന്നവരായിരിക്കാം. നാം പരിശോധിക്കേണ്ടത് ഇതാണ്, എത്രമാത്രം എളിമയോടുകൂടി എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. വാചകങ്ങൾ കൊണ്ട് മാത്രം പ്രാർത്ഥന പൂർത്തിയാകുന്നില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്നും പുറപ്പെടുന്ന നെടുവീർപ്പുകളായിരിക്കണം. ആ നെടുവീർപ്പുകളോ എളിമയിൽ നിന്നും ഉരുത്തിരിയുന്നതുമായിരിക്കണം. അതാണ് പരിശുദ്ധ കന്യാമറിയം നമ്മെ കാണിക്കുന്നത്. അവിടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവവുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കുന്നു. നാം വിശുദ്ധീകരിക്കപ്പെടുകയും
നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ എത്തുകയും ചെയ്യും. മേരി നമ്മുടെ മാതൃകയാണ്. നാലാമതായി നാം പിന്നീട് മറിയത്തെ കാണുന്നത് ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന മറിയത്തെയാണ്. നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി, പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന ഭാഗം എടുത്ത് വായിക്കുക. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇവിടെ നാം കാണുന്നത് എല്ലാ സ്ലീഹന്മാരും ഒന്നിച്ചു കൂടുന്നു. അവർ പരിശുദ്ധ അമ്മയോടുകൂടി എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതാണ് സുവിശേഷകൻ പറയുന്നത്. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു അത്. അവിടെയായിരുന്നു തിരുസഭയുടെ ആരംഭം. ആ ആരംഭത്തിൽ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ദൗത്യവും നാം ഇവിടെ കണ്ടുമുട്ടുകയാണ്. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. തിരുസഭ തന്നെ കൂട്ടായ്മയുടെ, ദൈവജനത്തിൻ്റെ കൂട്ടായ്മയുടെ സഭയാണ്. അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിൽ തന്നെ പറയുന്നത് തിരുസഭ എന്നാൽ ദൈവജനമാണ്. ഈ കൂട്ടായ്മയെ ഒന്നിപ്പിക്കുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. ഈ പ്രാർത്ഥനയാണ് സഭയ്ക്ക് ചൈതന്യം നൽകുന്നത്, ശക്തി നൽകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ നാം വായിച്ചു കേട്ട അപ്പസ്തോലിക പ്രവർത്തനത്തിൽ നിന്നുള്ള 14-ാം വാക്യമാണ്. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും. അപ്പോൾ മറിയം എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരും ഒന്നിച്ച്, തൻ്റെ ശിഷ്യരോടൊന്നിച്ച്, തൻ്റെ അനുയായികളോടൊന്നിച്ച്, തൻ്റെ മക്കളോടൊന്നിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. നാം എല്ലാവരും മാതാവിൻ്റെ മക്കളാണ്. കുരിശിൽ വെച്ച് യേശുനാഥൻ തൻ്റെ അമ്മയ്ക്ക് നമ്മളെയൊക്കെ നൽകിയവരാണ് സമ്മാനമായി. നമുക്കും സമ്മാനമായി നൽകപ്പെട്ടു തൻ്റെ അമ്മയെ. ആ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം തൻ്റെ മക്കളോട് ഒരുമിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. മേരി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്, ഏറ്റവും വലിയ മാതൃക അതാണ്. ഇതുകൊണ്ടാണ് കുടുംബത്തിൽ നാം എല്ലാവരും ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുന്നു, ജപമാല ചെല്ലുന്നു, തിരുവചനങ്ങൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു. കാരണം അന്ന് സ്ലീഹന്മാരെല്ലാവരും അമ്മയോടൊപ്പം എപ്രകാരം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നുവോ അപ്രകാരം നമ്മളും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം അവിടെ വരുന്നു. അങ്ങനെ മുഴുകിയിരിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നു. കാരണം സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുന്നത്. യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനവും, ഞാൻ പോകുമ്പോൾ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ കൈ അയച്ചു തരും. ആത്മാവ് സത്യം വെളിപ്പെടുത്തും. യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും പ്രാർത്ഥിച്ചത്, എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകുന്നതിന് വേണ്ടി ഞാൻ പിതാവെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സന്തോഷം നമ്മളിൽ പൂർണ്ണമാകുന്നത് നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയോടൊപ്പം നാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. സ്ലീഹന്മാരോടൊത്ത് അമ്മ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് പോലെ നാമും മുഴുകിയിരിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായി ഉണ്ടാവും. ദിവ്യ സാന്നിധ്യം സജീവമായിരിക്കും. പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിൽ നിറയും. അതാണ് നമ്മുടെ എല്ലാം സമാധാനത്തിൻ്റെ സ്രോതസ്സ്, സ്നേഹത്തിൻ്റെ ആരംഭം. സ്നേഹം വളരുന്നതും സ്നേഹം പുഷ്പിക്കുന്നതും ഈ പ്രാർത്ഥനയിൽ അമ്മയെപ്പോലെ ഒന്നിച്ചിരിക്കുമ്പോഴാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിവെക്കാം. അമ്മ ഇപ്രകാരം രക്ഷിക്കപ്പെട്ട അനുഭവത്തിലൂടെ,
എളിമയുടെ ആ പ്രാർത്ഥനയിലൂടെ, അതുപോലെ തന്നെ ധ്യാനാത്മ പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മയിലൂടെ നമ്മെ പിതാവായ ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുകയാണ് യേശു. നമുക്കായി കാണിച്ചു തന്ന മാർഗം അതാണ്. അമ്മയോടൊപ്പം, യേശുവിനോടൊപ്പം ത്രിത്വൈക ദൈവവുമായി ഐക്യപ്പെടുക. അതാണ് നമ്മുടെ സ്വർഗരാജ്യം, അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യവും. നാം മനസ്സിലാക്കി യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അറിയുക, അനുഭവിക്കുക, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഈ യേശുവിനെ അറിയുവാനും അനുഭവിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ നമുക്കൊരു മാതൃകയായി നിൽക്കുന്നു. പ്രത്യേകിച്ച് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം. ഇന്നെന്തുകൊണ്ട് അനേകർ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നു, മറ്റ് തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്നു? അറിവിൻ്റെ കുറവ്, അതുപോലെ തന്നെ അറിയുവാൻ ആഗ്രഹമില്ലാത്തതിൻ്റെ കുറവ്. ഇതുകൊണ്ട് നമ്മളെല്ലാവരും യേശുവിനെ പറ്റി അറിയണം. യേശുവിനെ പറ്റി അറിയാൻ വേണ്ടി പരിശുദ്ധ അമ്മയെപ്പറ്റിയും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും. അമ്മ ജീവിച്ചതുപോലെ, അമ്മ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ. അതിനുള്ള അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ നിങ്ങളോട് എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥവും സഹായവും സംരക്ഷണവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.